കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും ദിയാ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ കണ്ടു. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്ക് വരെ ഈ ഇഷ്യൂ ഇപ്പം വളരെ ഫെമിലിയർ ആണ്. ഈ കാര്യം കണ്ടപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമുക്കറിയാം നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ എത്ര പേര് കാണും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളാണെങ്കിൽ എത്ര പേര് കാണും നമ്മുടെ കൂടെ. ഒരു ഫാമിലി മുഴുവനും അവരുടെ വീട്ടിലെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആളെ ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്ത് ആ പ്രശ്നങ്ങൾ വളരെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഞാൻ ചിന്തിച്ച് മനസ്സിലാകാതെ നമ്മൾ ചില കാര്യങ്ങളെ കാണുമ്പോൾ വളരെ വൈകാരികമായിട്ട് പൊട്ടിത്തെറിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ആ കാര്യം വളരെ ബുദ്ധിപൂർവമായ രീതിയിൽ വളരെ ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. വൈകാരികമായ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് അവരുടെ ക്ഷമയുടെ ലിമിറ്റിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഫാമിലി മുഴുവനും ഒരാളെ ചേർത്ത് നിർത്തുന്നു, ഒറ്റക്കെട്ടായിട്ട് നിർത്തുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിനു മുമ്പുള്ള പല സമയങ്ങളിൽ അവരുടെ വീഡിയോസിനിടയിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ അധിക്ഷേപിക്കുന്നത് മോശമായ കമന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അവരുടെ വാർത്തകൾക്കടിയിൽ പല ആളുകളും, അതായത് ഭൂരിപക്ഷം വരുന്ന ആളുകളും ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച, ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. എനിക്കത് കേരളം ഒന്നടങ്കം വളരെ കുറച്ച് ആളുകൾ മാത്രമേ കമന്റ് ബോക്സിൽ മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളായിരുന്നു. ഭൂരിപക്ഷം വരുന്ന ആളുകളും, ഏകദേശം എനിക്കൊന്നൊരു 99% ആളുകളും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് കൂടുതലും കണ്ടത്. അപ്പം അത് ഒരു ഇഷ്യൂ വന്ന സമയത്ത് അത് ആരാണെന്ന് നോക്കുന്നില്ല. പക്ഷെങ്കിൽ അതിലത്തെ ന്യായമുണ്ട്, അത് ന്യായത്തിന്റെ പക്ഷത്തിൽ നമ്മൾ നിൽക്കണം എന്നുള്ള ഒരൊറ്റക്കെട്ടായിട്ട് ഒരു കൂട്ടമായിട്ട് അവരെ ചേർത്ത് നിർത്തുന്നത് ആളുകൾ കണ്ടു. പലരും റിവ്യൂസ് ഇടുന്നത് കണ്ടു, പലരും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും റേറ്റിംഗ് കൂടുതലിടുന്നതും ഒക്കെ കണ്ടു. അപ്പൊ ദിയയുടെ ഒരു വളർച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭകരായിട്ടുള്ള പല ആൾക്കാരും എനിക്ക് തോന്നുന്നു നോക്കി കാണുന്നതായിരിക്കും. പുള്ളിക്കാരി മാർക്കറ്റിംഗ് രീതിയാണെങ്കിലും മറ്റേ ഞാനും ഒക്കെ പലപ്പോഴും വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുള്ള സമയത്ത് പോലും ദിയ മാർക്കറ്റ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ ഭംഗിയായിട്ട് കാലങ്ങളായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലെസൺസ് ആണ് ഈ സംഭവങ്ങൾ കൊണ്ട് സംരംഭകരായ എന്നെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് ലെസൺസ് കിട്ടി. പല കാര്യങ്ങളും എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കേണ്ട, ഒറ്റയ്ക്ക് എന്തിനാണ് ആളെയൊക്കെ സഹായത്തിന് നിർത്തത്തിക്കൂടി എന്നൊക്കെ ചെയ്ത് പല സമയങ്ങളിലൊക്കെ സഹായത്തിന് ആളുകളെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായ രീതിയിൽ വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈവൻ നമ്മൾ ട്രസ്റ്റ് ഇഷ്യൂസ് ആണെങ്കിലും നമ്മളവരെ പല കാര്യങ്ങളും കംപ്ലീറ്റ് ഏൽപ്പിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് അതേ രീതിയിലുള്ള ആത്മാർത്ഥത ലഭിക്കാത്തതും, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും നമ്മുടെ തലയിലേക്ക് വെച്ചിട്ട് അവരൊക്കെ ലീവ് എടുത്ത് പോകുന്നതും, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വളർന്നു വരുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഈ ഇഷ്യൂസ് ഒരുപാട് ലെസൺസ് കൂടെ നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ ആളുകളെ വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ എത്രമാത്രം ഒരു സ്റ്റാഫായിട്ട് കാണണമെന്നും അമിതമായിട്ട് ട്രസ്റ്റ് കൊടുക്കരുതെന്നും നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നും, നമ്മുടെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിലും പൈസ ട്രാൻസാക്ഷനിലും എല്ലാം നമ്മുടെ കണ്ണ് എല്ലായിടത്തും എത്തണമെന്നും ഒബ്സർവേഷൻസ് ഒക്കെ ചെയ്യണമെന്നും ഒക്കെ കൃഷ്ണകുമാർ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ